ആൾക്കാരൊക്കെ വരില്ല, 2 രൂപ കൂടെ മതിയാ? അത് മതി ഗണേശേട്ടാ. ആ എന്നായിക്കോട്ടെ. ഗണേശേട്ടന്റെ മോളെന്താ വരിക? മോള് അടുത്ത ആഴ്ച വരും വേണം. എന്നാ ശരി. ഗണേശനോ പപ്പടമായിട്ട് വരുന്നേ? പപ്പടം കൊണ്ടുവരുന്ന കുട്ടിക്ക് എന്ത് പറ്റി? അവന്ന് വന്നിട്ടില്ല രാമേട്ടാ, പപ്പടൊക്കെ വിറ്റ് ദിവസമുണ്ട്. ഗണേശ, അച്ഛൻ്റെ കാലത്ത് തുടങ്ങിയല്ലേ ഈ പപ്പടപ്പണി? ഏകദേശം ഒരു 10-65 കൊല്ലമായി കാണും. അതെ, അന്നൊക്കെ അച്ഛനെ സഹായിക്കാൻ 5-6 പണിക്കാരുണ്ടായി. മാവ് കൈകൊണ്ട് ഇടിച്ച് പാകപ്പെടുത്തി പരത്തി ഉണക്കാനിടുന്നത് വരെ ഭയങ്കര കഠിനാധ്വാനായിരുന്നു. ആ അറിയാം. അച്ഛൻ്റെ കൈ പിടിച്ച് ഈ കടയിലേക്ക് വരുന്നത് എനിക്ക് ഇന്നലത്തെ പോലെ ഓർമ്മയുണ്ട്. ഇന്നത്തെ കാലത്തെ മാവ് കുഴയ്ക്കാനൊക്കെ യന്ത്രങ്ങളാണ്. കുഴയ്ക്കാൻ മാത്രമേ യന്ത്രങ്ങളുള്ളൂ, ബാക്കി എല്ലാ പണികളും ഞാൻ ഒറ്റയ്ക്കാണ്. ഇപ്പോ ഞാൻ ഒറ്റയ്ക്ക. ആ അതൊക്കെ പോട്ടെ. കൊച്ചോടെന്നാ വരുന്നത്? ഈ ഓണത്തിൽ വരും രാമേട്ട. നിന്റെ രാജി മരിക്കുന്ന സമയത്ത് കൊച്ചോൾക്ക് 3 വയസ്സാ. നീ കഷ്ടപ്പെട്ട് വളർത്തിയ കുട്ടിയല്ലേ. പണ്ട് അംഗനവാടിയിലെ ഓണാഘോഷത്തിന് കൊച്ചോള് പപ്പടം കഴിക്കുന്ന കാഴ്ച ഞാൻ മറന്നിട്ടില്ല. പപ്പടം എന്നും ഓൾക്ക് വലിയ ഇഷ്ടമാണ്. നിങ്ങളെ രണ്ടാളെ സ്നേഹം കാണുമ്പോഴേ ഞങ്ങൾക്ക് നാട്ടുകാർക്കൊക്കെ ഭയങ്കര അസുഖമാണ് കേട്ടാ. ഇനി കാണാൻ തോന്നുമ്പോഴൊക്കെ അവൾ ഓടി വരുന്നില്ലേ കാണാ ദൂരത്തുനിന്നും. സമയം ഒരുപാടായി രാമേട്ട, ഒരുപാട് പീടികളിൽ പോകുന്നുണ്ട്. ഞാൻ ചെല്ലട്ടെ. ഗണേശ, ഓണൊക്കെ അല്ലേ, നാളെ 10 കെട്ട് കൂടുതൽ വെച്ചോളൂ. ആ കൊണ്ടുവരാം. കൊച്ചോള് പപ്പടം കഴിച്ചവർക്ക് ആർക്കും ഒരു രോഗവും വരില്ല, അതാണ് നാട്ടുകാരെ വിശ്വാസം. ഗണേശ, മോള് വന്നാലേ വീട്ടിലേക്കൊന്ന് വരാനോ? ഓഫീസ് പോയില്ലേ? ആ അമ്മാവനോ? ഇന്ന് ക്യാഷിൽ കൊടുത്തു. ഈ കൃഷി ഓഫീസറായ പിന്നെ വാഴയ്ക്കൊക്കെ നല്ല മാറ്റമുണ്ട്. ഞാൻ വന്നതേ ഓണായിട്ട് കൊച്ചോള് വരുന്നുണ്ട്. അമ്മനെയും കൂട്ടി വീട്ടിൽ കണ്ട് വരണം. അന്ന് നമുക്ക് അവിടെ കൂടാം. വളരെ ഇഷ്ടം. അവള് എന്നെ വിളിക്കാറില്ലേ? ആ വിളിച്ചിരുന്നു. ഓണത്തിന് വരുമെന്ന് എന്നോട് പറഞ്ഞു. എന്നാ ശരി, ഞാനിപ്പോ വീട്ടിലേക്ക് വരുന്നില്ല. പോട്ടെ, കുറച്ച് കടകളുടെ പപ്പടമൊക്കെ കൊടുക്കാൻ.
ഭാനു, നീ അറിഞ്ഞോ ഗണേശന്റെ മോള് അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ടത്ര. അഭിലാഷ് എന്നോട് പറഞ്ഞിരുന്നു. ഗണേഷ് കഷ്ടപ്പെട്ടതിന്റെ ഗുണം ആ കുട്ടിക്ക് കിട്ടി. അവൻ ഡോക്ടറായത് നമ്മുടെയും നാട്ടുകാരുടെയും ഒക്കെ ഒരു ഭാഗ്യാണ്. അത് ജീവിക്കാനൊരു ധൈര്യമാണ്. ഇത്തവണത്തെ ഓണം ഗണേശന്റെ വീട്ടിലാണ്. നമുക്ക് പോണട്ടോ. ആയിക്കോട്ടെ, എനിക്ക് ഏതായാലും സായി സന്ധ്യയിലൊന്ന് പോണം. ഞാൻ കുളിക്കട്ടെ. മോളെ യാത്രക്ക് സുഖമായിരുന്നോ? ഫ്ലൈറ്റ് ലൈറ്റ് ആയിരുന്നു അച്ഛാ. അച്ഛൻ നേരത്തെ എത്തിയോ? ആ മോളെ, ഞാൻ വന്നിട്ട് ഒരു മണിക്കൂറോളായി. അല്ല, വേറെ ആരുമില്ല? അച്ഛൻ ഒറ്റയ്ക്കുള്ളോ? എല്ലാരും ഉണ്ട് വണ്ടിയില്. കൊച്ചോളെ കാത്തിരിക്കല്ലേ. അല്ല അച്ഛാ, അഭിലാഷേട്ടൻ വന്നില്ലേ? ആ, അഭിലാഷ് കാറായിട്ട് ഇപ്പൊ വരും.